എക്സ്പ്രസ് ന്യൂസിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത പ്രേക്ഷകരിലെത്തിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പരവൂരിൻ്റെ അഭിമാനമായ പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന ദേവരാജൻ മാസ്റ്റർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ നിന്നാണ്. നമ്മുടെ പരവൂർ നാടിന് അഭിമാനമായി ഒരു കൊച്ചു കലാകാരി. പരവൂരിന് അഭിമാന മുഹൂർത്തം സമ്മാനിച്ച് ചൂളമടിച്ച് കിരീടം നേടി 7ാം ക്ലാസ്സുകാരി ശ്രുതി സാന്ദ്ര. പരവൂർ SNV ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. വാണിജ്യ വ്യവസായ നഗരമായ കായലും കടലും പൊഴിമുഖാന്തരം ഒന്നുചേരുന്ന പ്രകൃതി രമണീയമായ പ്രദേശമാണ് പരവൂർ. പ്രമുഖ സാഹിത്യകാരന്മാരായ KC കേശവപിള്ള, കേശവനാശാൻ, പ്രമുഖ സംഗീത സംവിധായകൻ G ദേവരാജൻ മാസ്റ്റർ തുടങ്ങിയ മഹാരഥന്മാർക്ക് ജന്മം നൽകിയ പരവൂരിൽ തന്നെയാണ് ശ്രുതി സാന്ദ്രയും ജനിച്ചതെന്നത് യാദൃശ്ചികം. കൊല്ലം ജില്ലയിലെ പരവൂർ കൂനയിൽ സ്നേഹതീർത്ഥത്തിൽ സംഗീത സംവിധായകനും കീബോർഡിസ്റ്റുമായ സജിത്ത് സാന്ദ്ര, സുമാ ദമ്പതികളുടെ 2 പെൺമക്കളിൽ ഇളയ മകളാണ് 12 വയസ്സുകാരി ശ്രുതി സാന്ദ്ര. കോവിഡ് കാലത്ത് സ്കൂൾ അവധിയായതിനാൽ ദിവസങ്ങളോളം വീട്ടിലിരിക്കേണ്ടി വന്നു. ഈ സമയം പാട്ടുകൾ കേൾക്കുകയും ഒപ്പം ചൂളമടിക്കുകയും ചെയ്യുമായിരുന്നു. ആദ്യ നാളുകളിൽ ശ്രുതിയുടെ രക്ഷിതാക്കൾ കുട്ടിയെ ശാസിക്കുമായിരുന്നു. എന്നാൽ നാളുകൾ കഴിയും തോറും ചുണ്ടിൽ നിന്നു തീരുന്ന ശ്രുതിസാന്ദ്രമായ സംഗീതത്തിന്റെ ഭംഗി തിരിച്ചറിഞ്ഞ സംഗീതജ്ഞനായ പിതാവ് കൂടുതൽ പരിശീലനം നൽകി നിരവധി മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചു. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും 1ാം സമ്മാനം നേടുകയും ചെയ്തു. തേരിലെ സംഗീതം ചുണ്ടിൽ നിന്നും തീർത്ത നാദത്തിൽ ചാലിച്ചപ്പോൾ ശ്രുതി സാന്ദ്ര നേടിയത് കയ്യടിക്കൊപ്പം കിരീടവും. ചൂളമടി മത്സരത്തിലാണ് കൊല്ലം പരവൂരിൽ നിന്നുള്ള 7ാം ക്ലാസ്സുകാരി ശ്രുതി സാന്ദ്ര വിജയിയായത്. തലമുതിർന്നവർ മത്സരിച്ച് ചൂളമടിച്ചു പാടിയ വേദിയിലാണ് ശ്രുതി വെന്നിക്കൊടി പാറിച്ചത്. വേൾഡ് ഓഫ് വിസിലേഴ്സ് ആണ് വിസിൽ മാരത്തൺ 2024 മത്സരം സംഘടിപ്പിച്ചത്. ലോക മലയാളി വിസിലേഴ്സിന്റെ സംഘടനയുടെ വാർഷിക പൊതുയോഗത്തിലായിരുന്നു മത്സരം. ഓൺലൈനായി ചൂളമടി മത്സരം നടത്തിയതിൽ നിന്ന് തിരഞ്ഞെടുത്ത 21 പേരാണ് എറണാകുളം ചാവറ കൾച്ചർ സെന്ററിൽ നടന്ന ഫൈനലിൽ മത്സരിച്ചത്. ഇഷ്ടമുള്ള സിനിമാ ഗാനത്തിന്റെ വരികൾ 3 മിനിറ്റ് ചൂളമടിച്ചു പാടുകയായിരുന്നു മത്സരം. മണ്ണിലിന്ത കാതൽ എൻട്രി എന്ന തമിഴ് ഗാനം ചൂളമടിച്ചു പാടിയാണ് ശ്രുതി സാന്ദ്ര 1ാം സമ്മാനം നേടിയെടുത്തത്. ശ്രുതിയുടെ മാതാപിതാക്കളുടെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് സജിത്ത് സാന്ദ്ര എന്നാണ്. സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നു. സംഗീത സംവിധാനം കീബോർഡിസ്റ്റുമാണ്. പാടുകയും ചെയ്യും. എൻ്റെ മോള് ശ്രുതി സാന്ദ്ര, അവളുടെ അമ്മ സുമ, അപ്പുറത്ത് ശ്രുതി സാന്ദ്രയുടെ ചേച്ചി സ്നേഹ സാന്ദ്ര. പറയാൻ വരുന്ന കാര്യം, ഇത്തവണയും അതായത് 2024 അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം 2023 മോൾക്ക് വേൾഡ് ഓഫ് വിസിലേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിസിലിംഗ് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു അച്ഛനെന്ന നിലയ്ക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും എനിക്ക് തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോളുടെ കലാരംഗത്തേക്കുള്ള ചുവടുവയ്പ്പുകൾ ശരിക്കും ഇവിടെ നടന്ന ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, പരവൂർ മ്യൂസിക് ക്ലബ്ബ്. അതിലൂടെയാണ് ആദ്യകാലങ്ങളിൽ മോള് സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് പാട്ടുകൾ പാടിക്കൊണ്ടാണ് സ്റ്റേജിലേക്ക് കടന്നു വരുന്നതും മോളുടെ ആദ്യകാലത്തുള്ള സഭാകമ്പവും അങ്ങനെയുള്ള
പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നത് ഈ ഒരു സ്ഥലത്ത് പാടിക്കൊണ്ടാണ്. ദേവരാമാഷിൻ്റെ എല്ലാവരും ചൊല്ലണം എന്ന പാട്ടുകൾ കൂടിയൊക്കെയാണ് ചൂട് വെച്ച് തുടങ്ങുന്നത്. ആ കൊറോണ കാലഘട്ടത്തിലെ വീട്ടിനുള്ളിൽ അടച്ചുകൂടി കിടക്കുന്ന ആ സമയത്താണ് വിസിലിങ്ങിൻ്റെ ഒരു ടെൻഡൻസി തുടങ്ങിയതും അതിലേക്ക് ചൂടെടുത്ത് വയ്ക്കുന്നതും കുറേശ്ശെ വിസിലടിച്ച് ട്രാക്കുകൾക്കൊപ്പം വിസിലടിച്ച് അങ്ങനെ അതിൻ്റേതായ ഓർഡർ ഒരാൾ കേട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിലേക്ക് വരുന്നത് ആ കാലഘട്ടത്തിലേക്കാണ്. പിന്നെ ഓരോ ചെറിയ ക്ലബ്ബുകളിലൊക്കെ വിസിൽ അടിക്കുകയും അതുപോലെ ഈ ചെറിയ കോമ്പറ്റീഷനിൽ പങ്കെടുത്തും തുടങ്ങി. അങ്ങനെ വന്നിപ്പോൾ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും അതായത് 2023, 24 ഈ 2 വർഷങ്ങളിലും വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരുടെ മത്സരിച്ച് പ്രൈസ് മേടിച്ച് വീണ്ടും ഞാൻ അഭിമാനം കൊള്ളുകയാണ്. മോള് ചെറുതിലെ പാടുമായിരുന്നു. പിന്നെ പക്ഷെ വിസിലടിച്ച് തുടങ്ങിയത് കുറച്ച് നാൾ മുമ്പായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ശ്രുതിയിലൊക്കെ പാടാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ നമ്മളിതിന് പ്രോത്സാഹനം കൊടുത്തത്. പിന്നെ ഇതിൽ ഏറ്റവും സപ്പോർട്ട് നൽകിയത് വേൾഡ് വിസിലേഴ്സ് എന്നൊരു സംഘടനയിൽ നമ്മൾ ചേർന്നപ്പോഴായിരുന്നു. അതിലെല്ലാ മെമ്പേഴ്സും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് മോൾക്ക്. മോൾ ഈ ഒരു നിലയിൽ എത്തിയതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്.